ആപ്പിൾ iOS 18 നിന്നും 19ലേക്ക് പോകാതെ എന്തുകൊണ്ട് 26ലേക്ക് പോയെന്നുള്ളത് അറിയും പറഞ്ഞുതരാം. അതിന് മുന്നേ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. ഈ വരുന്ന സെപ്റ്റംബറിലായിരിക്കും iPhone 17 ഇറങ്ങാൻ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വരേണ്ട സോഫ്റ്റ്വെയർ iOS 19 ആണ്. ഈ വർഷം 2025 ഈ ഒരു 2025 19 എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 26ലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് 25 കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ iPhone 17 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് 2025 2026 അതായത് ഈ വരുന്ന iPhone 17 2025 വെറും 3 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 2026 ആ ഒരു സമയത്തായിരിക്കും iPhone 17 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകും. അതുകൊണ്ട് തന്നെ iOS 26 ഇട്ടത് കാരണം ആ ഒരു സമയത്തും ഇത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് iOS 26 കൊടുത്തിട്ടുള്ളത്. ഇത് ഐഫോണിൽ മാത്രമല്ല, മാക്ബുക്കിലും വാച്ച് OSലും വിഷൻ OSലും എല്ലാം ഇനി 26 ആണ് കാണിക്കുക. ഇത്ര ഉള്ളൂ സംഭവം. അപ്പോൾ